ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ ബാങ്കിങ് ചാനൽ. നമ്മുടെ SBI POയുടെ എക്സാം ഇനി വരാൻ പോകുന്ന എക്സാംസിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു എക്സാമാണ് SBI ക്ലർക്കും SBI POയും. അതുപോലെ SBI POയുടെ എക്സാം വരാൻ പോകുമ്പോൾ എല്ലാവരും ഒരു കൺഫ്യൂഷൻ ആണ്. എത്ര മാർക്കൊക്കെയാണ് സേഫ് സ്കോർ, എത്ര മാർക്കൊക്കെ അറ്റൻഡ് ചെയ്യണം, ഗുഡ് അറ്റംപ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ മോക്ക് ടെസ്റ്റ് എഴുതുന്നവരാണെങ്കിലും എക്സാം ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഓരോ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ്. ഇത്രയും ഓക്കെ ആണോ, സേഫ് ആണോ, ഇത്രയും മാർക്കൊക്കെ സ്കോർ ചെയ്താൽ മതിയോ? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിലിംസിന്റെ ആയാലും മെയിൻസിന്റെ ആയാലും എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കട്ട് ഓഫിനെ പറ്റി ഒരു ഐഡിയ ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്ക് നോക്കാം SBI PO 2024-25 ഒരു അനാലിസിസ് നമുക്ക് നടത്താം, ഒരു കട്ട് ഓഫ് അനാലിസിസ് നടത്താം. അതായത് നമുക്ക് SBI PO എക്സാം പാറ്റേൺ ഫോർ പ്രിലിംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പം എക്സാമിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടെങ്കിലും സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. SBI POയുടെ എക്സാമുകൾക്ക് ഇപ്പം സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ഓക്കെ, അത് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എക്സാംസ് വരുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ 40 ക്വസ്റ്റൻ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ 40 ക്വസ്റ്റൻ ആണ് എക്സാമിന് ചോദിക്കുന്നത്. 40 മാർക്കാണ് കിട്ടുന്നത്. ഡ്യൂറേഷൻ എത്രയാണ്? 20 മിനിറ്റ്സ്. 20 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ ഈ 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. 40 മാർക്കിനുള്ള 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 20 മിനിറ്റ്സിലാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ടത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസ് വരുമ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 30 മാർക്ക് ആണുള്ളത്. അതിന് നമുക്ക് 20 മിനിറ്റ്സ് ആണ് ടൈമിംഗ്. അപ്പൊ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. SBI PO SBI ക്ലർക്ക് എക്സാംസിനെല്ലാം നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 20 മിനിറ്റ് ആണ് റീസണിങ്ങിനും ഉള്ളത്. റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻ ആണ്, 30 മാർക്ക് ആണ് നമ്മൾ സ്കോർ ചെയ്യാനുള്ളത്. അപ്പൊ മാക്സിമം മാർക്സ് ഇങ്ങനെയാണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്, ടോട്ടൽ ഡ്യൂറേഷൻ 1 അവർ. 1 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ ടൈം ഉള്ളത്. ഇനി എത്ര മാർക്ക് ടോട്ടൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആവും? ആ ഒരു കട്ട് ഓഫിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ SBI പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ SBI പ്രിലിംസിന്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ SBI POയുടെ മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ. മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്കാണ്, 50 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. അതുപോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് എന്നുള്ള സബ്ജക്ട് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ രീതിയിലാണ് എക്സാമിന് വരുന്നത്. അത് 30 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് അവൈലബിൾ ആവും. 60 മാർക്കിനാണ് നമുക്ക് എക്സാം വരുന്നത്. അതിനും 45 മിനിറ്റ് ആണ്. ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ നിങ്ങൾക്കുള്ള ടൈം 45 മിനിറ്റ് ആണ്. അതുപോലെ ജനറൽ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ്, ജനറൽ അവയർനെസ്സോ എക്കണോമി അവയർനെസ്സോ അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ്സോ, ആ ഒരു അവയർനെസിന്റെ ടെസ്റ്റ് ആണ് അടുത്തത് വരുന്നത്. അത് 60 ക്വസ്റ്റ്യൻ ആണ്, 60 മാർക്കാണ്, അതും 45 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാക്സിമം മാർക്ക് വരുന്നത് 20 ആണ്. മാക്സിമം മാർക്ക് വരുന്നത്, അതിന്റെ ഡ്യൂറേഷൻ 40 മിനിറ്റ് ആണ്. അതിന്റെ ഡ്യൂറേഷനും 40 മിനിറ്റ് ആണ്. അപ്പൊ എക്സാം പാറ്റേൺ ക്ലിയർ ആണല്ലോ. അങ്ങനെ 170 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. 170 ക്വസ്റ്റ്യന് 200 മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത്. 3 മണിക്കൂറാണ് ടോട്ടൽ ടൈം വരുന്നത്. 3 അവേഴ്സിലാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്ഷണൽ ടൈമിംഗ് അവിടെയും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ആ ടൈമിനുള്ളിൽ തന്നെയാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഇനി SBI POയുടെ കട്ട് ഓഫ് അനാലിസിസ് നോക്കാം. അതായത് 2023 എടുക്കുകയാണെങ്കിൽ SBI PO കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് ആണ് പറയുന്നത്. പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 59.25 ആണ്. 59.25 ആയിരുന്നു. അതായത് കട്ട് ഓഫ് ഒരു വലിയ ഹൈ കട്ട് ഓഫ് ഒന്നും അല്ല, ഒരു 60 റേഞ്ചിൽ വന്നു അല്ലെ. 100ല് 59.25 ആണ് കട്ട് ഓഫ് വന്നത്. അതുപോലെ മെയിൻസ് വരുന്നത് കട്ട് ഓഫ് മാർക്സ് മെയിൻസ് ഔട്ട് ഓഫ് 250 ആണ്. 250ല് 70 മാർക്കായിരുന്നു 2023 കട്ട് ഓഫ് വന്നത്. അതുപോലെ OBC ആയിരുന്നപ്പോഴും കട്ട് ഓഫിന് ചേഞ്ച് ഒന്നും അല്ല, 59.25 ആയിരുന്നു. പക്ഷെ മെയിൻസ് വന്നപ്പോഴത്തേക്ക് 62.25 മതിയായിരുന്നു. അതുപോലെ SC 53 ആയിരുന്നു, ST 47.5 ആയിരുന്നു, EWS 59.25 ആയിരുന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് അതുപോലെ മെയിൻസിന് 57.50 ആയിരുന്നു. ST ആണെങ്കിൽ 57.50 തന്നെയായിരുന്നു. എന്നാൽ EWS ആണെങ്കിൽ 70 തന്നെയായിരുന്നു. ജനറൽ കട്ട് ഓഫ് തന്നെയായിരുന്നു
മെയിൻസിന്റെ കേസിൽ മാറ്റമൊന്നും ഇല്ലായിരുന്നു അല്ലെ. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ SBI POയുടെ കട്ട് ഓഫ്. കട്ട് ഓഫ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസിയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് 2000 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഒരു ടൈം ആയിരുന്നു 2023. ആ ടൈമിലാണ് ഇത്രയും നമുക്ക് കട്ട് ഓഫ് വന്നത്. 1673 വേക്കൻസി ആയിരുന്നു 2022. അതുപോലെ 2021 2056 വേക്കൻസി ആണ്. അതുപോലെ 2020 2000, 2019 2000 ആണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പൊ 2024-25 ഇപ്പൊ വേക്കൻസി 600 വേക്കൻസിയാണ് SBI POക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി 600 ആണ്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം. വേക്കൻസിയും ഒരു ഫാക്ടർ ആണ്, വേക്കൻസി ഒരു പാരാമീറ്റർ ആണ്. പക്ഷെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേര് എക്സാം അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ ലെവൽ ഓഫ് എക്സാം നല്ല ടഫ് ആണോ ഈസി ആണോ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കട്ട് ഓഫ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 60+ എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് 60 to 70 സ്കോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം 60 to 70 നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 59 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോലും എക്സാം ടഫ് ആയതുകൊണ്ടാണ് എങ്കിൽ നിങ്ങൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സാമിന്റെ ലെവലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ എക്സാം നല്ല ടഫ് ആണ്, നിങ്ങൾ 59 സ്കോർ ചെയ്തോളൂ, മിസ് 60-70 കട്ട് ഓഫ് ഒക്കെ പറഞ്ഞു, അങ്ങനെയല്ല. അത് ഡിപ്പെൻഡ്സ്. നമുക്ക് കറക്റ്റ് ഒരു എക്സാക്ട് കട്ട് ഓഫ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 60 to 70 സ്കോർ ചെയ്യുന്നതിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കട്ട് ഓഫ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പിന്നെ എക്സാം കഴിഞ്ഞ് നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കട്ട് ഓഫിന്റെ കേസിൽ പറയാനായിട്ട് പറ്റും. എക്സാം കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്കിത് ക്ലിയർ ആയിട്ട് പറയാം. എക്സാമിന്റെ ലെവൽ ഓരോ ഷിഫ്റ്റിലെ ലെവലൊക്കെ അനുസരിച്ച് നമുക്കത് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓരോരുത്തരും അറ്റംപ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ട് എന്നൊക്കെ അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കട്ട് ഓഫിന്റെ കാര്യത്തിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.